തൃശൂരിൽ ഗുരുവായൂരപ്പന് വഴിപാടായി ഹ്യുണ്ടായി കാർ സമർപ്പിച്ചു. നൽകിയത് ഹ്യുണ്ടായി ഗ്രാൻഡ് i10. കാർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ ഹ്യുണ്ടായിയുടെ കേരള ഡീലർ ഉദയകുമാർ റെഡ്ഡിയിൽ നിന്നും ഏറ്റുവാങ്ങി. കോഴിക്കോട് മാരകലഹരിയുമായി 2 പേർ പിടിയിൽ. കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് ഷഫ്വാൻ, മിജാസ് എന്നിവരാണ് പിടിയിലായത്. പിടിച്ചെടുത്തത് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 481 ഗ്രാം MDMA. കൊല്ലം ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ മിഴിയോണം 2024 സംഘടിപ്പിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗ്രന്ഥശാല അംഗങ്ങൾക്ക് ആദരം. പരിപാടിയുടെ ഭാഗമായി കലാകായിക മത്സരങ്ങളും ഗാനമേളയും. കൊല്ലത്ത് ഭർത്താവിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കവേ അപകടത്തിൽപ്പെട്ട് യുവതിക്ക് ദാരുണാന്ത്യം. മരിച്ചത് ബാലരാമപുരം സ്വദേശി അഞ്ജന. വാഹനം നിയന്ത്രണം തെറ്റി മറിഞ്ഞാണ് അപകടം. ഭർത്താവ് വിഷ്ണുവിന് നിസ്സാര പരിക്ക്. തൃശൂർ ചാലക്കുടി മേഖലയിലെ ഭിന്നശേഷി കുടുംബങ്ങളുടെ സംഘടനയായ സ്പർശം ഓണാഘോഷം നടത്തി. ഉദ്ഘാടനം ചെയ്ത് മുനിസിപ്പൽ കൗൺസിലർ വി.ജെ. ജോജി. മുഖ്യാതിഥികളായി ഗായകരായ സുധീഷ് ചാലക്കുടി, ബാബു ചാലക്കുടി എന്നിവർ. തൃശൂരിൽ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. മാർച്ച് ഫേസ്ബുക്കിൽ വിദ്യാർത്ഥിയുടെ അപകടമരണം പങ്കുവച്ച ആക്ട് സെക്രട്ടറിക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നിരവധി പ്രവർത്തകർ അറസ്റ്റ്. ഭാരതീയ വേലൻ സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മേളനത്തിന് തുടക്കമായി. വിവിധ സ്ഥലങ്ങളിൽ നിന്നും കോട്ടയം കുര്യനുതുപ്പ് റോഡിൽ എത്തിച്ചേർന്ന ജാഥകൾ കോട്ടയം നഗരം വഴി പ്രദക്ഷിണം നടത്തി. സുവർണ ജൂബിലി സ്മാരക മന്ദിരം കോട്ടയം വടവാതൂരിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു.